നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾ 14 എടുക്കുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 14 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആർട്ടിക്കിളാണ്. നമ്മൾ ഇതിനു മുൻപ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ PSC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ ആർട്ടിക്കിളുകളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ആർട്ടിക്കിളുകളും എടുത്ത് അതിനെ ആഴത്തിൽ പഠിക്കുകയാണ്. അവിടെ നിന്ന് എന്തു ചോദിച്ചാലും അതിന് ഏതു പരീക്ഷയിൽ LGS പരീക്ഷ മുതൽ അങ്ങ് ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ഏതു പരീക്ഷകളിൽ ചോദിച്ചാലും അതിൽ നിങ്ങൾക്ക് ഉത്തരം കൃത്യമായി ചെയ്യാൻ പാകത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ ഓരോ ആർട്ടിക്കിളുകളെയും ഒന്ന് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 14 നോക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നത്? ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിനു മുന്നിൽ സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേട്ടെ. നിയമത്തിനു മുൻപിൽ സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും ആർട്ടിക്കിൾ 14 ഉറപ്പുവരുത്തുന്നു. ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നിയമത്തിനു മുന്നിൽ സമത്വം. നിയമത്തിനു മുൻപിൽ സമത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം. നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് എന്താണെന്നും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമുക്ക് നോക്കാം എന്താണ് ഈ നിയമസമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമത്തിനു മുന്നിൽ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പൗരനും നിയമത്തിനു മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല. ഒരു പൗരനും നിയമത്തിനു മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല. അതെന്താണ് ഈ പ്രത്യേക പരിഗണന ലഭിക്കില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ക്ലാസ് മുൻപോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു തരാം. രണ്ടാമതായി, നിയമം മുഖേന തുല്യ സംരക്ഷണം. എന്താണ് ഈ തുല്യ നിയമ സംരക്ഷണം? ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കുന്നു. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വായിച്ചു നോക്കിക്കേ. ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കും. അപ്പം എന്താണ്, ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും എന്താണ്, നമ്മുടെ ഭരണഘടന പ്രകാരം നിയമത്തിന് മുൻപിൽ തുല്യരാണ്. ഒരു പൗരനും പ്രത്യേകമായൊരു പരിഗണന ലഭിക്കുന്നില്ല. എല്ലാ പൗരന്മാരെയും തുല്യരായിട്ട് കാണുന്നു. ഒരു പൗരനും പ്രത്യേകമായൊരു പരിഗണന ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളെല്ലാം എല്ലാ പൗരന്മാരെയും ഒരുപോലെയാണ് കാണുന്നത്. സ്ത്രീ ആയതുകൊണ്ട് അവരെ വേർതിരിക്കുന്നില്ല, പുരുഷനായതുകൊണ്ട് അവനെ മാറ്റി നിർത്തുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവരെ മാറ്റി നിർത്തണം എന്നില്ല. അങ്ങനെ സ്ത്രീ പുരുഷ ഒരു വ്യത്യാസവും ഇല്ലാതെ, LGBTQ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇന്ത്യൻ പൗരന്മാരെയെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നിയമത്തിന് മുൻപിൽ ഒരുപോലെയാണ് സംരക്ഷിക്കുന്നത്. ഒരു പൗരനും പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ സാധാരണയായി നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ നിയമത്തിന് മുൻപിൽ പ്രത്യേക പരിഗണന ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലായിട്ട് നിയമത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അത് നമ്മൾ ഓരോ ആർട്ടിക്കിളുകളും പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി ആയതുകൊണ്ട് ആദ്യം മനസ്സിലാക്കി വെക്കുക, ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുൻപിലെ സമത്വവും നിയമം മുഖേന ഉള്ള തുല്യ സംരക്ഷണവുമാണ്. റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതയുടെ അണ്ടറിലാണല്ലോ ആർട്ടിക്കിൾ 14 വരുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ അണ്ടറിലല്ലേ നമ്മൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുൻപിലെ സമത്വവും നിയമം മുഖേന ഉള്ള തുല്യ സംരക്ഷണവുമാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. നമുക്ക് ഈ ആർട്ടിക്കിളുകളെ ഡീറ്റെയിൽ ആയിട്ട് ഈ 14 നോക്കിയാൽ, ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുൻപിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുൻപിലെ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല.
ബ്രിട്ടീഷ് പൊതുനിയമത്തിലെ ആശയമാണ് നിയമത്തിനു മുൻപിൽ സമത്വം എന്നുള്ളത്. നിയമത്തിനു മുൻപിൽ സമത്വം എന്നുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് പൊതുനിയമത്തിലെ ആശയമാണ് നിയമത്തിനു മുൻപിൽ സമത്വം എന്നുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന മറ്റു രാഷ്ട്രങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും നിയമ സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ കടമെടുത്ത ഒരുപാട് ആശയങ്ങളുണ്ട്, ഇൻസ്പയർഡ് ആയ ഒരുപാട് ആശയങ്ങളുണ്ടല്ലേ. അങ്ങനെ നിയമത്തിനു മുന്നിൽ സമത്വം എന്നുള്ളത് ബ്രിട്ടീഷ് പൊതുനിയമത്തിലെ ആശയമാണ്. ബ്രിട്ടീഷ് പൊതുനിയമത്തിലെ ആശയമാണ് നിയമത്തിനു മുൻപിലെ സമത്വം. എന്താണ്? ബ്രിട്ടീഷ് പൊതുനിയമത്തിലെ ആശയമാണ് നിയമത്തിനു മുന്നിലെ സമത്വം. അപ്പോൾ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണമോ? നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം അമേരിക്കൻ ഭരണഘടനയിലെ ആശയമാണ്. അമേരിക്കൻ ഭരണഘടനയിലെ ആശയമാണ് നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം. എവിടെ നിന്നാണ്? നിയമത്തിന് മുൻപിലെ സമത്വം അത് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തതെങ്കിൽ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്താണ്? അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും എടുത്ത ആശയമാണ്. ഇവിടെ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നിയമത്തിന് മുൻപിലെ സമത്വം ബ്രിട്ടീഷ് പൊതുനിയമത്തിൽ നിന്നാണ്. ഇവിടെ ആർട്ടിക്കിൾ 14 എന്താ? ആർട്ടിക്കിൾ 14 വിദേശ പൗരന്മാർക്കും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾക്കും കമ്പനികൾക്കും രജിസ്ട്രേർഡ് സൊസൈറ്റികൾക്കും ഒക്കെ എന്താണ്? ആർട്ടിക്കിൾ 14 ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. വിദേശ പൗരന്മാർക്ക്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾക്ക്, കമ്പനികൾക്ക്, രജിസ്ട്രേർഡ് സൊസൈറ്റികൾക്കൊക്കെ എന്താണ്? ആർട്ടിക്കിൾ 14 ആനുകൂല്യം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 മുഖേനയുള്ള സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ തന്നെ നമ്മളെന്താ, ഇന്ത്യൻ പൗരന്മാർക്ക് ഇതെല്ലാം ആപ്ലിക്കബിൾ ആണെങ്കിലും വിദേശ പൗരന്മാർക്ക് ഇതിൽ പല കാര്യങ്ങളും എന്താണ്, അവർക്കത് ലഭിക്കുന്നില്ല. പക്ഷേ ആർട്ടിക്കിൾ 14 വിദേശ പൗരനും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾക്കും കമ്പനികൾക്കും രജിസ്ട്രേർഡ് സൊസൈറ്റികൾക്കും ഒക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ തുടക്ക ഭാഗത്തിൽ പറഞ്ഞു നിയമത്തിന് മുൻപിൽ സമത്വം, നിയമം മുഖേന എന്താണ്? തുല്യ സംരക്ഷണം എന്നതാണ് ആർട്ടിക്കിൾ 14 പറയുന്നതെന്ന്. ഈ നിയമത്തിന് മുൻപിലെ സമത്വം എന്ന ആശയമില്ലേ, അതിൽ ഇളവ് ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതിയുടെയും ഗവർണറിൻ്റെയും. ഇനി നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയമില്ലേ, നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം അതൊരു നെഗറ്റീവ് ആശയമാണ്. നിയമം മുഖേന ഉള്ള തുല്യ സംരക്ഷണം എന്താണ്? അതൊരു പോസിറ്റീവ് ആശയമാണ്. നിയമത്തിന് മുന്നിൽ സമത്വം എന്നുള്ളത് എന്താ, ജനഹിതത്തിന് വേണ്ടിയുള്ള ആശയങ്ങളാണിത് രണ്ടും. അതിനൊരു നെഗറ്റീവ് ആശയമായിട്ടും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണത്തെ ഒരു പോസിറ്റീവ് ആശയമായിട്ടുമാണ് എന്താണ് കണക്കാക്കുന്നത്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക.